പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പഴയ നിയമ ബലികളുടെ നിയമം യേശുക്രിസ്തുവിന്റെ ക്രൂശ് ബലിയിലും വിശുദ്ധ കുർബാനയിലും പൂർത്തിയാകുന്നതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഴയ നിയമ ബലികൾ ക്രിസ്തുവിന്റെ ബലിയുടെ ടൈപ്പോളജിയായിട്ട് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ 7-ാമത്തെ അധ്യായം വരെ 5 ബലി നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 5 ബലികൾ അതിനെ 2ആയിട്ട് വിഭാഗിക്കുന്നതായിട്ടും അത് ഏതൊക്കെയാണെന്നുള്ളത് 3 ബലികൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഹോമബലി, ധാന്യബലി, സമാധാന ബലി. ഈ 3 ബലികളും വാളണ്ടിയറായിട്ട് അർപ്പിക്കുന്നതാണ്. അതിൻ്റെ നീ അർപ്പിച്ചേ പറ്റൂ എന്നൊരു നിയമമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന് പ്രാർത്ഥനയോടുകൂടി ഒരു ബലി അർപ്പിക്കുക, നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവം ചെയ്ത കൃപകളെയെല്ലാം ഓർത്തുകൊണ്ട് നന്ദി സൂചകമായിട്ട് ദൈവത്തോടുള്ള ആ സ്നേഹത്തെ പ്രതി നമ്മൾ അർപ്പിക്കുന്ന ബലികളാണ് ഇവയെല്ലാം. അത് കർത്താവിന് ഇഷ്ടപ്പെട്ട സുഗന്ധയുക്ത ബലിയായിട്ട് നമ്മൾ കാണുന്നു. ഓരോ ബലിയുടെയും അർപ്പിക്കേണ്ട രീതി, അതിനർത്ഥം എന്താണ്, അത് കർത്താവിൻ്റെ ക്രൂശ് ബലിയിൽ എങ്ങനെയാണ് പൂർത്തിയായത്, കുരിശ് ബലിയിൽ എങ്ങനെയാണ് നമ്മളത് കാണുന്നത്, അതുപോലെ വിശുദ്ധ കുർബാനയിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്, ഇവ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പാപമുക്തി യാഗം എന്ന് പറഞ്ഞ് ലേവ്യരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ പാപമുക്തി യാഗം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാപമുക്തി യാഗത്തെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 1 മുതൽ 35 വരെ 4-ാമത്തെ അധ്യായം മുഴുവനും 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആര്, എപ്പോൾ, എന്തിന്, എങ്ങനെ ഇതിനെ അർപ്പിക്കണം എന്നുള്ള മൊത്തം നിയമങ്ങളും നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കും. 4 കൂട്ടരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ളത്. ആരാണ് ഇതിനെ അർപ്പിക്കേണ്ടത്? 3 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ 4 കൂട്ടരെ കുറിച്ച്, അവരർപ്പിക്കേണ്ട എങ്ങനെയാണ്, ഏത് ബലിയാണ് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് വായിക്കുവാൻ കിട്ടുന്നത്. ലേവ്യരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അതൊരു അഭിഷിക്ത പുരോഹിതനാണെങ്കിൽ അവൻ അർപ്പിക്കേണ്ടത് ഒരു മൂരിക്കിടാവിനെയാണ്, തികവുറ്റ ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായിട്ട് അർപ്പിക്കണം. അതായത് ഏറ്റവും ആദ്യം ഒരു അഭിഷിക്ത പുരോഹിതൻ ചെയ്യുന്ന പാപത്തിന് പരിഹാരമായിട്ട്. നമ്മൾ 5 ബലികളെ 2 ഭാഗമായിട്ട് തിരിച്ചെങ്കിൽ ആദ്യത്തെ 3 അത് വോളണ്ടിയർലി ആയിട്ടാണെങ്കിൽ ഇനി അടുത്ത 2 ഈ പാപമുക്തി യാഗവും പ്രായശ്ചിത്ത യാഗവും അത് നിയമപ്രകാരമാണ്, അർപ്പിച്ചേ പറ്റൂ. നമ്മൾ പാപം ചെയ്യുമ്പോൾ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട്, പാപപരിഹാരത്തിനായിട്ട് നമുക്ക് ഈ ബലി അർപ്പിച്ചേ പറ്റൂ നിയമപ്രകാരം. അതിനുവേണ്ടി ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പാപപരിഹാര ദിനവുമുണ്ട്. യോം കിപ്പൂർ എന്ന് പറയും. യോം കിപ്പൂർ പാപപരിഹാര ദിനമാണ്. അന്ന് പാപപരിഹാര ബലി അർപ്പിച്ചിരിക്കണം. ഇവിടെ പാപമുക്തി യാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 4 കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് മഹാപുരോഹിതൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവൻ, അവൻ അറിവില്ലാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് അവൻ ബലി അർപ്പിക്കണം. അതിനുവേണ്ടി ലേവ്യരുടെ പുസ്തകം 4:3 എഴുതിയിരിക്കുകയാണ്, അവനൊരു മൂരിക്കിടാവിനെ പാപമുക്തി യാഗമായിട്ട് അവന് അർപ്പിക്കണം. ഇനിയും 13-ാമത്തെ വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൽ ജനത അറിയാതെ ചെയ്യുന്ന പാപത്തിന് 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇസ്രായേൽ സമൂഹം മുഴുവനും അബദ്ധം കാട്ടുകയും അക്കാര്യം സംഘത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ട് ഗുപ്തമായിരിക്കുകയും ചെയ്തിരിക്കട്ടെ. അതായത് ചെയ്യപ്പെടാത്തവയെക്കുറിച്ചുള്ള സകല കൽപ്പനകളിൽ നിന്ന് ഒന്ന് ലംഘിച്ച് അവർ കുറ്റക്കാരാകുകയാണെങ്കിൽ അതിനെതിരെ അവർ പാപം ചെയ്തു എന്നറിയുമ്പോൾ സംഘം ഒരു മൂരിക്കിടാവിനെ പാപമുക്തിയാഗമായി ബലിയർപ്പിക്കണം. അതായത് ഇസ്രായേൽ സമൂഹം മുഴുവനും ഒരു പാപം
അറിയാതെ ചെയ്തു പോയതാണ്. അതറിയുമ്പോൾ അതിനു വേണ്ടിയും ഒരു മൂരിക്കിടാവിനെ അർപ്പിക്കണമെന്ന് പറയുന്നു. ഇതാണ് രണ്ടാമത്തെ, ഇസ്രായേൽ ജനത മുഴുവനും വേണ്ടി. ഇനി ഇസ്രായേലിന്റെ രാജാവ് ചെയ്യുന്ന തെറ്റിനു വേണ്ടി നമ്മൾ 22-ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ രാജാക്കന്മാരെ പറ്റിയാണ് പറഞ്ഞത്. ഒരു അധികാരിയായിട്ടുള്ളവൻ പാപം ചെയ്തു എന്നിരിക്കട്ടെ, അധികാരത്തിൽ ഇരിക്കുന്നവൻ, അവൻ ചെയ്ത അതിനെ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, ബോധ്യപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അർപ്പിക്കേണ്ടത് ഒരു തികവുറ്റ കോലാട്ടിൻ മുട്ടനെ ആയിരിക്കണം. കോലാട്ടിൻ മുട്ടനെ 4:23 കോലാട്ടിൻ മുട്ടനെ അർപ്പിക്കേണ്ടതിനെ പറ്റി രാജാവ് അഥവാ ഇസ്രായേലിൻ്റെ ജനതകളിൽ നേതാവായിട്ടുള്ളവൻ, അധികാരിയായിട്ടുള്ളവൻ തെറ്റ് ചെയ്താൽ അവന് വേണ്ടി അർപ്പിക്കാൻ. ഇനിയും സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് ചിലപ്പോൾ വിലപിടിപ്പുള്ള കോലാട്ടിൻ കുട്ടിയെ ഒന്നും അർപ്പിക്കാനുള്ള കഴിവില്ലായിരിക്കാം. അപ്പൊ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട് 4:27 സാധാരണക്കാരനായ ഒരു വ്യക്തി അബദ്ധവശാൽ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവന് ഒരു കോലാട്ടിന്റെ പെൺകുഞ്ഞിനെ അർപ്പിച്ചാൽ മതി എന്നെഴുതിയിരിക്കുകയാണ്. കോലാട്ടിന്റെ പെൺകുഞ്ഞിനെ അവനതിനെ അർപ്പിക്കാം. ഇങ്ങനെ നമുക്ക് പാപ പരിഹാര ബലിയായിട്ട് അർപ്പിക്കുന്നതിന് 4 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അർപ്പിക്കുന്നത്. ഇനി ഇതിന്റെ മണ്ടയ്ക്ക് പല പല നിയമങ്ങളുണ്ട്. പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ സുഗന്ധം പരത്തുന്നതായ ഒന്നും ചേർക്കാൻ പാടില്ല. കാരണം കർത്താവിന് ഇത് ഇഷ്ടപ്പെട്ട ബലിയല്ല. കാരണം മനുഷ്യന്റെ പാപം ഇതിനോടുകൂടി ചേർന്നിരിക്കുകയാണ്. പാപമുണ്ടായതുകൊണ്ട് അതിനോടുകൂടി നിയമമുണ്ട്. ഇങ്ങനെ അർപ്പിക്കുന്നതായ ആ ബലി കർത്താവിന് സുഗന്ധ ബലി അല്ല. അതിനാല് അതിൻ്റെ കൂടെ കുന്തിരിക്കം ചേർക്കാൻ പാടില്ല. കത്തിക്കുമ്പോൾ കുന്തിരിക്കം ഇടരുത് എന്നൊരു നിയമമുണ്ട്. കാരണം പാപത്തോട് ചേർന്ന ഒരു ബലി ഇതായതിനാൽ കർത്താവിന് സുഗന്ധയുക്ത ബലി അല്ല എന്ന് ഇതിൽ പറഞ്ഞു വരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന 4 വിഭാജനമായിട്ട് എന്നുമ്പോൾ എത്ര വലിയ അധികാരത്തിലിരിക്കുന്നുവോ, അതായത് മഹാപുരോഹിതനാണ് ഏറ്റവും വലിയ അധികാരിയായിട്ട് അന്നത്തെ കാലത്ത്. അവനാണ് ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ജവാൻ മുട്ടാടിനെ കൊടുക്കണം. അതാണ് വില കൂടിയത്. ഇനി മുഴുവൻ ഇസ്രായേൽ ജനതകളും കൂടെ ചെയ്യുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ അതിനൊരു മുട്ടാട്. ഇനി രാജാവാണ്, ഏതെങ്കിലും ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി ഒരു കോലാടിനെ കൊടുക്കേണ്ടതും, അഥവാ ഒരു സാധാരണപ്പെട്ട പാവപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അതൊരു പെണ്ണാട്ടിൻ കുട്ടിയെ കൊടുത്താൽ മതി എന്നുള്ള ഇത് നമ്മൾ കാണുകയാണ്. അതായത് എത്ര വലിയ അധികാരിയാണോ അത്രയും വലിയ ബലിവസ്തു, അതായത് അവൻ അത്രമാത്രം വലിയ പാപമാണ് ചെയ്യുന്നത്. അറിവുള്ളവൻ ചെയ്യുന്നത് വലിയ പാപമാണ്. ഒരേ പാപമായിരിക്കാം അറിവില്ലാത്തവനും അറിവുള്ളവനും ചെയ്തത്. പക്ഷേ അതിന് പണിഷ്മെന്റ് ദൈവം കൊടുക്കുന്നത്, ദൈവത്തിന്റെ ന്യായം ഇങ്ങനെയാണ്. അറിവുള്ളവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അറിയാതെ ചെയ്യുന്നതോ അവനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അവന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് കൂടുതൽ വില കൊടുക്കേണ്ടതായിട്ട് നമ്മൾ കാണുന്നു. ഇനി ബലി അർപ്പിക്കുന്നതിൻ്റെ കുറെ പ്രത്യേകതകളുണ്ട്. എങ്ങനെയാണ് ഇത് അർപ്പിക്കേണ്ടത്? ഒരു വ്യക്തി തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് ബലിവസ്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ഈ ലേവ്യരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, അതുപോലെ 15-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം, 4 ഗണങ്ങളിലുള്ള ആൾക്കാർക്ക് 4 ഗണങ്ങളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടുവരുമ്പോൾ അവിടെ 4 എഴുതിയിരിക്കുകയാണ്. ആ കൊണ്ടുവരുന്ന ആ ബലി അർപ്പിക്കുന്ന വ്യക്തി ആ ബലിവസ്തു, ആ ബലി മൃഗത്തിന്റെ തലയിൽ കൈവച്ച് തൻ്റെ പാപങ്ങളെ ഏറ്റുപറയണം. അതായത് ആ ബലി മൃഗത്തിന്റെ മുകളിൽ തൻ്റെ പാപത്തെ ഇട്ടുകൊണ്ട് അതിനെ ബലി അർപ്പിച്ചുകൊണ്ട് താൻ പാപമുക്തിയാകുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മുടെ പാപങ്ങളെ ഒരു ബലിമൃഗത്തിന്റെ മുകളിൽ ഇടുക,
ഒന്നാമത്തെ കാര്യം സ്വന്തം പാപം അവിടെ ഏറ്റുപറഞ്ഞുകൊണ്ട്, അങ്ങനെ ഏറ്റുപറച്ചിലൂടെ, തന്റെ പാപം ഏറ്റുപറയുന്നതിലൂടെ ആ പാപം ആ ബലിമൃഗത്തിന്റെ തലയിൽ ഇട്ടുകൊണ്ട് നിനക്ക് ആ പാപത്തിൽ നിന്നും മുക്തി ലഭിക്കുമെന്ന്. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചോണം. ഇത് ഒന്നാമത്തെ കാര്യം, ആ ബലിമൃഗത്തിന്റെ തലയ്ക്കൽ കൈവച്ച് പാപം ഏൽക്കണം. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ തന്റെ മേൽ ഏറ്റെടുത്തു. നമ്മൾ അതുകൊണ്ടാണ് കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തു ഏറ്റെടുക്കുകയാണ് ആ പാപത്തെ. ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. കാൽവരി ബലിയിലൂടാണ് ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നത്. അതിലോട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. ലേവ്യരുടെ പുസ്തകത്തിലെ ഈ പാപമുക്തി യാഗത്തിലൂടെ നമ്മളിത് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, അതിന്റെ രക്തം, ഇതിനെ ബലി അർപ്പിക്കുകയാണ്, ഇനി കൊല്ലുകയാണ്. അതിന്റെ രക്തം എടുത്തുകൊണ്ട് മഹാപുരോഹിതൻ 4-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. 6-7 വാക്യം. പുരോഹിതൻ തന്റെ വിരൽ രക്തത്തിൽ മുക്കി കർത്തൃസന്നിധിയിൽ വിശുദ്ധ സ്ഥലത്തിന്റെ തിരശ്ശീല മുഖത്ത് 7 പ്രാവശ്യം കുറച്ച് രക്തം തൂക്കണം. 7 പ്രാവശ്യം ആ രക്തം ആ തിരശ്ശീലയിൽ കുടയുന്നതിനെ പറ്റി എഴുതിയിരിക്കുന്നു. അതുപോലെ 17-18 വാക്യങ്ങളിലും ഇത് തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അവൻ രക്തത്തിൽ നിന്ന്, പുരോഹിതൻ തന്റെ വിരൽ മുക്കി കർത്തൃസന്നിധിയിൽ തിരശ്ശീല മുഖത്ത് രക്തത്തിൽ നിന്ന് 7 തവണ തൂക്കണം. അവൻ സമാഗമ കൂടാരത്തിലുള്ള കർത്തൃസന്നിധിയിലെ ബലിപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ കുറച്ച് രക്തം പുരട്ടണം. സമാഗമ കൂടാര വാതിൽക്കലുള്ള ഹോമബലിപീഠത്തിന്റെ ചുവട്ടിൽ മുഴുവൻ രക്തവും അതിനുശേഷം ഒഴിക്കണം. അതായത് രക്തം തളിക്കുന്നതിനെ പറ്റി നമുക്ക് പറയുകയാണ്. യേശു ക്രിസ്തു കാൽവരിയിൽ തന്റെ രക്തം ചിന്തിയാണ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകത്, നമ്മളെ വിശുദ്ധീകരിച്ചത്. രക്തം ചിന്താതെ പാപമുക്തി ഇല്ല. പ്രായശ്ചിത്തത്തിന് രക്തം അർപ്പിക്കണം. ഹീബ്രൂസ്, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:22 ഈ നിയമം നമുക്ക് വായിക്കുവാൻ സാധിക്കും. രക്തം തളിക്കാതെ, രക്തം ഒഴുകാതെ പാപക്ഷമ ലഭിക്കുകയില്ല എന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ മൃഗത്തെ കൊന്നതിന് ശേഷം അതിൻ്റെ ചില ഭാഗങ്ങളെ എടുത്തുകൊണ്ട് ആദ്യം ദൈവത്തിനു വേണ്ടി അർപ്പിക്കുന്ന ഭാഗങ്ങൾ. ലേവ്യരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയും 19 മുതൽ 20 വരെയുമുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഭാഗങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാപമുക്തിക്കായുള്ള മൂരിയുടെ മേധസ് മുഴുവൻ അതിൽ നിന്ന് മാറ്റണം. കുടൽ പൊതിഞ്ഞുള്ള മേധസ്, കുടലിന് മേലെയുള്ള മേധസ്, വൃക്കകള്, അവയ്ക്ക് മേലെ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സുകള്, വൃക്കുകൾക്ക് മേൽ കരലിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പ് പാളി, ഇവ വേർതിരിക്കണം. സമാധാന ബലിക്കുള്ള കാളയിൽ നിന്ന് മാറ്റപ്പെട്ടവ എന്ന പോലെ അവ ഹോമ ബലിപീഠത്തിന്മേൽ പുരോഹിതനാൽ ധൂപാർപ്പണം നടത്തും. നമ്മൾ കണ്ടതാണ് സമാധാന ബലിയിൽ ആ ബലിപ്പശുവിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നത്. ഒന്ന് ദൈവത്തിനു വേണ്ടി ചുടയേണ്ട ഭാഗങ്ങൾ, അതാണ് ഈ മേധസ്സിന്റെ ഭാഗങ്ങൾ. ഇവിടെയും അതുപോലെ തന്നെയാണ്. രണ്ടാമത്തെ ഭാഗം നമ്മൾ കണ്ടാണ് അതിൻ്റെ നെഞ്ചുഭാഗം, അതുപോലെ വലത് കാലിന്റെ ഭാഗം. ഇതിനെയാണ് നീരാജനവും സമർപ്പണമായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെയും എഴുതിയിരിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ 10 വരെയും 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് വേണ്ടി അർപ്പിക്കേണ്ടതായി മേധസ്സിന്റെ ഭാഗം, അതായത് ഒരു മൃഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ ഓർഗൻസ്, ഇവയില്ലെങ്കിൽ ആ മൃഗം ജീവിക്കുകയില്ല. ആ മൃഗത്തിന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നതായ ആ മേധസ്സും ആ ഭാഗങ്ങൾ, കരൾ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനെ ചുടുകയാണ്, അതിനെ തീയിൽ കത്തി കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയാണ്.
ആ ബലിമൃഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ ഓർഗൻസ് അതിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഇനി നാലാമത്തെ കാര്യം, ബാക്കി ഉള്ള അതിന്റെ ശരീരഭാഗങ്ങൾ. ലേവ്യരുടെ പുസ്തകം 4:11-12 21 എഴുതിയിരിക്കുകയാണ്, അത് പാപ ക്ഷമയ്ക്ക് വേണ്ടി ആര് ചെയ്ത 4 കൂട്ടരുടെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടി ആ മാംസത്തെ ആ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയിട്ട് അതിനെ കത്തിച്ചു കളയണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെ കത്തിച്ചു കളയണം. അങ്ങനെ ആ പാപത്തെ നമ്മുടെ ഇടയിൽ നിന്നും ദൂരെ അകറ്റുന്നതായിട്ട്. ഞാനൊന്ന് വായിക്കാം 11 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ മൂരിയുടെ തോലും അതിൻ്റെ തലയിലെ കാൽവണ്ണയിലെയും മാംസം മുഴുവനും ആന്തര അവയവങ്ങളും ചാണകവും മൂരി അപ്പാടെ പാളയത്തിന് വെളിയിൽ നെയ്ച്ചാരമിടുന്ന ശുദ്ധിയുള്ള സ്ഥലത്ത് കൊണ്ടുചെന്ന് വിറകിന്മേൽ തീയിൽ ദഹിപ്പിക്കണം. നെയ്ച്ചാരം തള്ളുന്ന സ്ഥലത്ത് തന്നെ അതിനെ ദഹിപ്പിച്ചിരിക്കണം എന്ന നിയമം നമുക്കവിടെ വായിക്കാൻ കിട്ടുകയാണ്. അടുത്തത് 21 വാക്യത്തിൽ ഇത് തന്നെ, അനന്തരം ആദ്യത്തെ മൂരിയെ ദഹിപ്പിച്ചതുപോലെ ഈ മൂരിയെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയിട്ട് വേണം ദഹിപ്പിക്കാൻ. ഇങ്ങനാണ് സമുദായത്തിന്റെ പാപത്തിൽ നിന്നും പ്രായശ്ചിത്തം കിട്ടുവാനായിട്ട് ചെയ്യേണ്ട ബലിയുടെ അർപ്പണം. ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ ബലിയെ, പാപ പരിഹാര ബലിയെ ക്രിസ്തുവിന്റെ ബലിയോടുകൂടി ചേർത്ത് നോക്കിയാൽ, ക്രിസ്തു ഈ പാപപരിഹാര ബലിയെ കാൽവരി കുരിശിൽ അർപ്പിച്ചുകൊണ്ട് നമുക്കായിട്ട് ആ പാപമുക്തിയുടെ കാര്യം ചെയ്തു തരികയാണ്. ഒന്നാമതായിട്ട് ബലിമൃഗത്തിന്റെ മേൽ അതിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പാപം സ്വീകരിക്കുന്നു. ദൈവം യേശു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു. യെശയ്യായുടെ പുസ്തകം 53 അധ്യായം 6 വാക്യത്തിൽ യെശയ്യാ ദീർഘദർശി പ്രവചിച്ച കാര്യവും ഇത് തന്നെയാണ്. അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റെടുത്തതായിട്ട്. അതുപോലെ 2 കൊരിന്ത്യർ 5:21 പാപമില്ലാത്തവൻ, പാപം എന്തെന്ന് പോലും അറിയാത്തവൻ, അവനെ പാപമാക്കിയതായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, രക്തം. യേശുക്രിസ്തു കാൽവരിയിൽ രക്തം ചിന്തി അവന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു. 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, പഴയ നിയമത്തിൽ ആടുമാടുകളുടെ രക്തം വഴി മനുഷ്യൻ ശുദ്ധി പ്രാപിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ എത്രമധികമായിട്ട് ശുദ്ധി ചെയ്യുകയില്ല. ഇനി 7 പ്രാവശ്യം ഇങ്ങനെ രക്തത്തെ തളിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ 7 പ്രാവശ്യം തളിക്കുക. ഈ 7 സംഖ്യ ബൈബിളിൻ പ്രകാരം പൂർണ്ണതയുടെ സംഖ്യയാണ്. അതായത് പൂർണ്ണമായ പ്രായശ്ചിത്തം രക്തം വഴി നടത്തുന്നതിനെ ഇത് കാണിക്കുന്നു. പൂർണ്ണതയുടെ സംഖ്യ കർത്താവിന്റെ രക്തം ചിന്തൽ വഴി നമുക്ക് പൂർണ്ണമായി പ്രായശ്ചിത്തം ചെയ്ത് നമ്മളെ വിടുവിക്കുന്നതിനെ കാണിക്കാനാണ്. ഇനി അടുത്തത്, ആ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി അതിനെ കത്തിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? യെരുസലേം നഗരത്തിന് വെളിയിലാണ് കാൽവരി. ആ മലയിൽ കാൽവരിയിലാണ് ക്രിസ്തുവിന്റെ യാഗം നടക്കുന്നത്. അതിനെ കാണിക്കുവാനായിട്ടാണ് അവിടെ നിന്നും വെളിയിൽ കൊണ്ടുപോയി അതിനെ കത്തിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, മഹാപുരോഹിതൻ ബലിപശുവിന്റെ രക്തം എടുത്തുകൊണ്ട് വിശുദ്ധ സ്ഥലത്ത് തളിക്കുന്നതിനെ പറ്റിയും അതിന്റെ ശരീരത്തെ ആ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയി കത്തിക്കുന്നതിനെയും അതോടൊപ്പം ചേർത്തുകൊണ്ട് ക്രിസ്തു ഇപ്രകാരം തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് ആ നഗരത്തിന് വെളിയിലായിട്ട് പോയി
നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് ക്രൂശിൽ മരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ അവ സാധിച്ച് നമുക്ക് തന്നിരിക്കുന്നു. അതായത് യേശു ക്രിസ്തുവാണ് ഇവിടെ മഹാപുരോഹിതനും, യേശു ക്രിസ്തുവാണ് ബലി അർപ്പകനും ബലി വസ്തുവുമായിട്ട് നമ്മൾ കാണുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങളിലും നമുക്ക് ഇത് വായിക്കാൻ സാധിക്കും. നമുക്ക് ഒരു മഹാപുരോഹിതനുണ്ട്, അതെ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത നമ്മളോട് ദയ കാണിക്കുവാൻ അവന് സാധിക്കും എന്ന്. അതായത് നമ്മളിവിടെ കണ്ടതായ ഈ പാപപരിഹാര ബലി പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിൽ പൂർണ്ണമായതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ബലിപ്പശു ക്രിസ്തുവാകുന്ന ബലിയാണ്. ആ നഗരത്തിന് വെളിയിൽ പോവുക, അത് കാൽവരിയെ കാണിക്കുവാനും വേണ്ടി എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തില് വർഷത്തിലൊരിക്കൽ ഈ പ്രായശ്ചിത്ത ബലി നടക്കുന്നതിന്, പാപപരിഹാര ബലി നടത്തുന്നതിൻ്റെ ദിവസം യോം കിപ്പൂർ, ഈ ഒരു മഹാ ദിവസം, പാപപരിഹാര ബലി അർപ്പിക്കേണ്ട ദിവസത്തെ അവിടെ കാണുന്നുണ്ട്. അവിടെ 2 പശുക്കളെ അർപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഒന്നിനെ പാപം തലയിലേറ്റിക്കൊണ്ട് പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ, 2 കാൽവരിയിൽ ബലിയായി തീർന്ന, രക്തം ചിന്തി ബലിയായി തീർന്ന ക്രിസ്തുവാകുന്ന ബലിയാട്. 2 ബലിയാട് ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. സ്കേപ്പ് കോട്ട്, പാപത്തെ വഹിച്ചുകൊണ്ടുപോയ ആ ക്രിസ്തുവും കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തുവും ഒരേ വ്യക്തിയിലൂടെ ഈ 2 യാഗങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ കുംഭസാരം സ്ഥാപിച്ച ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും കുംഭസാരം വഴി ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ ആ യോഗ്യത നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ആ ബലിപ്പശുവിൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പാപം സ്വീകരിക്കുന്നത് പോലെ ഒരു പുരോഹിതന്റെ സന്നിധിയിൽ പോയിട്ട് നമ്മുടെ എല്ലാ ബലഹീനതകളെയും പാപങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പാപത്തിൽ നിന്നും ക്രിസ്തു വരിച്ചതായ കാൽവരി ബലിയുടെ യോഗ്യതയാൽ നമുക്ക് ഇന്നും കുംഭസാരം വഴി പാപമുക്തി നേടുവാൻ സാധിക്കും. അതിന് നമ്മളെല്ലാം ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.